സാങ്കേതിക കുരുക്കിൽ KSRTCയിലെ ശമ്പളം മുടങ്ങി. ഒന്നാം തീയതി ലഭിക്കേണ്ട ശമ്പളം ഇതുവരെ നൽകിയിട്ടില്ല. ശമ്പളമായി നൽകേണ്ട തുക ബാങ്ക് അനുവദിച്ചില്ല. ചന്തു ചന്ദ്രശേഖറുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ചന്തു, കാവൽ സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാങ്കേതിക കുരുക്കിൽപ്പെട്ടുള്ള ശമ്പളം മുടങ്ങാൻ അതല്ലേ മനസ്സിലാക്കേണ്ടത്? ശമ്പളം നൽകുന്നതിന് വേണ്ടി KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ ബാങ്കുമായി ഒരു കരാർ ഏർപ്പെട്ടിരുന്നു. ഈ കരാറാണ് ഇപ്പോൾ ഈ സാങ്കേതിക കുരുക്കിൽപ്പെട്ട പ്രശ്നത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSRTC ജീവനക്കാർക്ക് ഈ മാസം 1-ാം തീയതി ലഭ്യമാകേണ്ട ശമ്പളം ഇതുവരെ ലഭ്യമായിട്ടില്ല. പ്രധാനമായും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. നേരത്തെ KSRTCക്ക് സർക്കാർ സഹായം നൽകിയിരുന്നു. ഈ സർക്കാർ സഹായവും KSRTCയുടെ വരുമാനവും കൂടി ചേർത്ത് ഈ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്ന തുക തിരിച്ചടയ്ക്കുകയായിരുന്നു പതിവ്. അങ്ങനെയായിരുന്നു 1-ാം തീയതി ശമ്പളം നൽകിയിരുന്നത്. പക്ഷേ അടുത്ത് വരുന്ന സർക്കാർ ഈ KSRTCക്ക് നൽകുന്ന സഹായം അത് ആ രീതിയിൽ തന്നെ തുടരുമോ എന്ന കാര്യത്തിൽ ബാങ്കിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ ചില സാങ്കേതികമായ പ്രശ്നങ്ങളുമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ബാങ്കിന് തുക അനുവദിക്കാൻ കഴിയാത്തത്. ഇനി വരുന്ന സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ബാങ്കിന് ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ 1-ാം തീയതി ശമ്പളം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSRTC വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതുവരെ 1547 കോടി രൂപ ഈ സാമ്പത്തിക വർഷം KSRTCക്കായി സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. 1439 കോടി സഹായമായി നൽകിയിട്ടുണ്ടായിരുന്നു. ബസ് വാങ്ങുന്നതിന് 135 കോടി, 1035 കോടി ബഡ്ജറ്റിൽ വകയിരുത്തി. അങ്ങനെ 539 കോടി അധിക സഹായമായി തന്നെ KSRTCക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ KSRTCക്ക് നൽകിയിരുന്ന സഹായങ്ങളും ഈ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് KSRTC തന്നെ മുൻകൈയെടുത്ത് നടത്തിയ നടപടികളിലൊക്കെ കൂടിയാണ് 1-ാം തീയതി ശമ്പളം എന്ന ഒരു അത് പൂർത്തീകരിക്കാൻ KSRTCക്ക് കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ഈ സാങ്കേതിക പ്രശ്നം അതിനൊരു വിലങ്ങുതടിയാവുകയും ശമ്പളം മുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം. ശരി, ചന്തു ചന്ദ്രശേഖരാണ് വിശദാംശങ്ങൾ നൽകിയത്.